പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഗായകർക്ക് തന്നെ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു ട്യൂൺ പറയുമ്പോൾ അതിലൊരു വാക്ക് നമ്മൾ പാടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ സംഗീത സംവിധായകൻ അത്ര കണ്ട് അതിനകത്ത് ശ്രദ്ധാലു അല്ലെങ്കിൽ പോലും പാട്ടുകാരൻ ഒരു സവിശേഷമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുത്ത് ഈ വാക്ക് എത്ര ഭംഗിയായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മ്യൂസിക്കിന് വേണ്ടി മാത്രമല്ല, അവിടെയാണ് ഒരു ഗായകന്റെ മനസ്സിലൊരു ബോധം ഉണ്ടാവണമെന്ന് തോന്നുന്നു. ഒരു പാട്ടെന്ന് പറയുന്നത്, നമ്മൾ ഒരു പാട്ട് പുറത്തിറങ്ങുമ്പോൾ ആ പാട്ടെന്ന് പറയുന്നത് സംഗീത ശാഖയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭാവന മാത്രമല്ല, അതേസമയം ഇത് നമ്മുടെ ലിറ്ററേച്ചറിന് കൂടി അവകാശപ്പെട്ടതാണ് ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാഹിത്യ ശാഖ കൂടിയാണ് ഗാനരചന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗാനം എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൽ കൂടി ശ്രദ്ധ വെച്ച് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാനെപ്പോഴും അത് ശ്രദ്ധിക്കാറുള്ള ഒരാളാണ് പൊതുവെ. എനിക്കും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. എനിക്ക് പല പാട്ടുകൾ എടുത്ത് ഞാൻ പറയുന്നില്ല. ചില പാട്ടുകളിൽ പിന്നീട് കേട്ട് കഴിയുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോയത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ആ ചിലപ്പോൾ തിരക്കിന് പെട്ടെന്ന് പാടി തീർക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതൊക്കെ ആവാം.